നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഡീൽ ആരോപണം പരസ്പരം ഉന്നയിച്ച് കത്തിക്കയറുകയാണ്. ഇതിനിടയിലാണ് മറുപടി പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കോലീബി സഖ്യത്തെക്കുറിച്ച് പറയുന്നത്. എന്തായിരുന്നു കോലീബി സഖ്യം? 1991 കേരളത്തിൽ ആദ്യമായി കോലീബി സഖ്യം രൂപപ്പെട്ടത്. BJP നേതാവ് KG മാരാരുടെ ജീവചരിത്രത്തിലൂടെയാണ് ഈ സഖ്യത്തിൻ്റെ പുറംകഥകൾ ലോകമറിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്ത UDF നേതൃത്വം BJPയുമായി ഒരു രഹസ്യ ധാരണയുണ്ടാക്കി. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും പൊതു സ്വതന്ത്രം. കേരളത്തിലാകെ UDFനെ പിന്തുണയ്ക്കുന്നതിന് പ്രതിഫലമായി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ BJP നേതാവ് KG മാരാർക്കെതിരെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുകയും വോട്ട് മറച്ചു നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു ആ രഹസ്യധാരണ. KG മാരാരുടെ ജീവചരിത്രത്തിലെ പാഴായ പരീക്ഷണം എന്ന അധ്യായത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ധാരണയൊന്നും വിജയിച്ചില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ അന്നു മുതൽ തന്നെ ഈ ഡീൽ ആരോപണം ഉയരുമ്പോഴെല്ലാം ഈ കോലീബി സഖ്യത്തിൻ്റെ ആരോപണം കോൺഗ്രസിനെതിരെ, ലീഗിനെതിരെ, BJPക്കെതിരെയൊക്കെ അതിശക്തമായി തന്നെ ഉയരാറുണ്ട്. ഇപ്പോൾ വീണ്ടും പതിവിന് വ്യത്യസ്തമായി സംസ്ഥാനത്ത് കോൺഗ്രസ് ആണ് CPMും BJPയുമായി ധാരണയുണ്ടാക്കിയിരിക്കുന്നെന്നും ചില സീറ്റുകളിൽ BJPക്ക് വോട്ട് മറിച്ചു നൽകാനാണ് തീരുമാനമെന്നും അവരെ ജയിപ്പിക്കാനുള്ള ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ BJPയുമായുള്ള ഡീലിൻ്റെ ഭാഗമാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നും പറഞ്ഞത്. CPM BJP ചങ്ങാത്തം കേരളത്തിൽ പുതിയ കഥയല്ല എന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കേരളത്തിൽ എന്തു സംഭവിച്ചുവെന്ന് കണ്ടതാണെന്നുമൊക്കെ വേണുഗോപാൽ ആരോപിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ടായിരുന്നു നേരത്തെ മുൻകാലങ്ങളിൽ കോൺഗ്രസും BJPയുമായി ഉണ്ടാക്കിയ ബന്ധങ്ങൾ സംബന്ധിച്ചും ഈ കോലീബി സഖ്യം സംബന്ധിച്ചുമൊക്കെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. എന്തായാലും ഇത് ഏറ്റവും സജീവമായ ചർച്ചയായിരിക്കുമ്പോൾ ന്യൂസ് 18 പൊതുവേദി ഇത് ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ്. കേരളത്തിൽ ഇങ്ങനെ ഡീലുണ്ടോ? ഡീലുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലാണ് ഈ ഡീൽ? തിരുവനന്തപുരത്തു നിന്നും ശ്രീനിവാസനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീനിവാസൻ, ഈ ഡീൽ ആരോപണം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. ഈ ശ്രീനിവാസന്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊക്കെ പാർട്ടികൾ തമ്മിലാണ് ഡീൽ ഉണ്ടെങ്കിൽ ഉള്ളത്? ഇത് ഉള്ളത് സതീശനും വേണുഗോപാലും പറഞ്ഞത് 100% ശരിയാണ്. കേരളത്തിലത്തെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, മോഡിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ നാടകമാണത്. അത് ഇന്നലെ തുടങ്ങിയിരുന്നില്ല. കോൺഗ്രസ് വിരോധമാണ് ഈ പിണറായി വിജയന്. BJPക്കും കൂടുതൽ വിരോധം കോൺഗ്രസിനോടാണ്. ഇവര് ഈ പിണറായി വിജയന്റെ നാടകമാണ്. ഈ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ കൂടെ നിൽക്കുക. പക്ഷേ ശ്രീനിവാസനൊരു സംശയം, ഈ കേരളത്തിൽ പലപ്പോഴും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയും BJPക്കെതിരെയൊക്കെ കോൺഗ്രസിനേക്കാൾ ഒരു പടി കൂടി കടന്ന് രൂക്ഷമായി കടന്നാക്രമിക്കുന്നത് CPMും ഇടതുപക്ഷവുമല്ലേ? ഇല്ല, അതൊക്കെ വെറും നാടകമാണ്. അതൊക്കെ ഒരു പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്. മോഡിനെ സന്തോഷിപ്പിക്കേണ്ട കാര്യം മാത്രം പിണറായി വിജയൻ ചെയ്യുള്ളൂ. കാരണം ഒരുപാട് കേസുകളുണ്ട്, അകത്താവാനുള്ള സാധ്യതകളൊക്കെയുള്ള കേസുകളൊക്കെയാണ്. അതൊക്കെ മേലിന് പോവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പേടിയില്ല. ഇവിടെ 110-12 സീറ്റ് ഇവിടെ ഷുവറായിട്ടും കോൺഗ്രസ് കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയം വേണ്ട. സാറ് വേണമെങ്കിൽ എഴുതി വെച്ചോ. പിണറായി വിജയന്റെ ഒന്നും തുച്ഛവിളയായിട്ടൊന്നും ഇതിൽ നടക്കില്ല. 100 ആയിരക്കണക്കിന് CPMകാർ ഇപ്പൊ ഇവിടുന്ന് ചാടിപ്പോണ്. ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാ 10 സ്ഥാനാർത്ഥികൾ. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ എല്ലാ പാർട്ടികളും പരസ്പരം CPMും കോൺഗ്രസും തമ്മിലുണ്ടെന്ന് BJP പറയുന്നു, BJPയും കോൺഗ്രസും തമ്മിലെന്ന് CPM പറയുന്നു, കോൺഗ്രസും BJPയും തമ്മിലെന്ന് CPMും തിരിച്ചു മറിച്ചുമൊക്കെ അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഏതെങ്കിലും പാർട്ടികൾ തമ്മിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. എനിക്ക് 3 കാര്യങ്ങൾ പറയാനുള്ള അനുവാദം തന്നെ. കുറെ കാലമായി വിളിച്ചിട്ട് കിട്ടാത്ത. പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം എന്താണ്? 76,400 വോട്ട് തൃശ്ശൂർ ജില്ലയിൽ മറച്ചി സുരേഷ് ഗോപിക്ക് കൊടുത്ത കോൺഗ്രസ്സുകാരാണ് ഡീൽ ആരോപണമായിട്ട് വന്നത്. നമ്പർ 1. നമ്പർ 2, കഴിഞ്ഞ ഈ വടകരയും കോലീബി സഖ്യ ഉണ്ടാക്കിയ സഖ്യ കോൺഗ്രസ്
ഇപ്പൊ മനപ്പായ ശ്രമി കുത്തിരിക്കുക അവിടെ ഇപ്പം കോൺഗ്രസ് വരും ആര് തമ്മിൽ ആ ഡീൽ എന്നുള്ളത് കേരളത്തിൽ സത്യസന്ധമായിട്ട് അറിയാൻ പറ്റും. വേറെയും പറഞ്ഞുതരാം. ഇനി മൂന്നാമത്തെ കാര്യം പറയൂ. അരിയാഹാരം കഴിക്കുന്നവരും കഴിക്കാത്തവരൊക്കെ മെയ് 20-ാം തീയതി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുക. ശരി, ഓക്കെ. ഇതാണ് മൂന്ന് കാര്യങ്ങൾ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ കുഞ്ഞഹമ്മദ് ആണ് പ്രതികരിച്ചത് കോഴിക്കോട് നിന്നും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, ഈ കാസർഗോഡൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ പണ്ട് മുതലേ തന്നെ ഇത്തരം വോട്ട് മറിക്കലിൻ്റെയും ഡീലിൻ്റെയും ഒക്കെ കഥകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കാസർഗോഡുകാരനായിട്ട് താങ്കൾക്ക് ചരിത്രം കൂടി ചേർത്ത് പറയാൻ കഴിഞ്ഞേക്കും. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെ ഡീലുണ്ടോ? ആദ്യം നമ്മൾ തമ്മിലുള്ള ഡീല് വേണ്ടത്, കാരണം 3 ദിവസമായി വിളിച്ചിട്ട് ഇന്നലെ കട്ടായി പോയി. 489 ദിവസം പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ല. 489 പ്രാവശ്യം. ഓക്കെ, കിട്ടി. അത് ഈ രാഷ്ട്രീയക്കാരുടെ ആരോപണം പോലെ ഇച്ചിരി കടന്ന ആരോപണം അല്ലേ? ഈ 459 തവണ വിളിച്ചു എന്നൊക്കെ പറയുന്നതേ തിരികെ ഏറ്റി പറഞ്ഞല്ലേ? അല്ല, എന്നെ അമ്മയാണ് സത്യം. അതിലെ കൂടുതൽ എനിക്ക് പറയാനില്ല. ശരി, ഓക്കെ. ഞാനത് താങ്കളുടെ ഇത് മുഖവിലേക്ക് എടുക്കുന്നു. ശ്രീ സന്തോഷം, നമ്മളൊന്നും ചെയ്യുന്നതല്ല. നമ്മള് ഈ 4 പേരെ വീതം ഹോൾഡ് ചെയ്ത് നിർത്തും. ഒരാൾ ആദ്യത്തെ ആൾ കട്ടാവുമ്പോൾ 5ാമത്തെ ആളെ കയറ്റും. അത് കഴിഞ്ഞ് അടുത്ത ആൾ കട്ടാകുമ്പോൾ അടുത്ത ആളെ കയറ്റും. ആ ഓർഡറിൽ ചിലപ്പോൾ 4 പേര് കഴിഞ്ഞിട്ട് വിളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ വരുന്ന കിട്ടില്ല. അത് ഓരോരുത്തരുടെ ഒരു ഭാഗ്യം പോലെ ഒക്കെ ഇരിക്കും. അതെനിക്കറിയാം സാർ. പക്ഷെ ഇന്നലെ 56 തവണ വിളിച്ചപ്പോ കിട്ടി. എന്റെ അവിടുത്തെ ഇപ്പം കട്ടായി പോയി. പിന്നെ 167 തവണ കൂടെ വിളിച്ച് കിട്ടിയില്ല. എന്തായാലും പോട്ടെ, ഇന്ന് പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഡീല് പാർട്ടികൾ തമ്മിലാണെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. അതാത് സ്ഥലങ്ങളിൽ ആരെ ജയിപ്പിക്കണം തോപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന പദ്ധതിയാണ്. ഞാൻ പറയാം, പാലക്കാട് ഡീലുണ്ടെങ്കിൽ 100% ഉറപ്പടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് തരും അല്ലെ? ഇപ്പോ അവിടെ ഒരു ഹോട്ടൽ മുതലാളിയെ കൊണ്ടുവച്ചിരിക്കുന്നു. എന്തിനാണ്? അവിടെ കോൺഗ്രസിന് കിട്ടുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ ആ വർഗീയതയിൽ കൂടെ കൊണ്ടുവന്ന് അവിടെ കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് കുറയ്ക്കുകയും അവിടെ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാനുള്ളത് പദ്ധതിയാണ്. ആ പദ്ധതി വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ CPM-നെ ജയിപ്പിക്കാൻ പറ്റും, പിന്നെ BJPക്ക്. കാരണം ഒരു UDF-ന്റെ മേൽക്കൈ വരികയാണെങ്കിൽ ഇപ്പൊ ഇതേപോലെ 3-4 മണ്ഡലങ്ങൾ അത്രയ്ക്ക് ടൈറ്റായ മത്സരമായിരിക്കാം. അപ്പൊ 3-4 മണ്ഡലങ്ങൾ ഇതേപോലെ കേന്ദ്രീകരിച്ച് BJP. ഞാൻ വേറെ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ശ്രീ സന്തോഷ്. ഈ ഇന്ത്യയിൽ തന്നെ സംഘപരിവാരത്തിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയും അതിരൂക്ഷമായി പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കളിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടാകെ, BJPയോട് മാത്രമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടാകെ മയപ്പെട്ട ഒരു പ്രതികരണം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ഡീൽ നടത്തുമെന്ന് പറഞ്ഞാൽ അതെന്താണ്? എനിക്ക് മനസ്സിലായില്ല. താങ്കളുടെ ഒരു ബോധ്യം എങ്ങനെയാണത്? സംഘപരിവാർ, ഞാൻ പറയാം, മലപ്പുറം ജില്ലയിൽ കള്ളനിറങ്ങി ഒരു പ്രാവശ്യം വാർത്തയായിട്ടാണ്. ആ മലപ്പുറം ജില്ലയിൽ കള്ളനിറങ്ങിയപ്പോൾ തപ്പാനിറങ്ങി. അവിടുത്തെ ഒരു മാന്യനായ വ്യക്തി, ഒരു പള്ളിയുടെ കമ്മിറ്റി മെമ്പർ തപ്പാനിറങ്ങി. 2 ദിവസം തപ്പി. 3-ാമത്തെ ദിവസം ഇതേ മാന്യനായ വ്യക്തിയായിരുന്നു കള്ളൻ. അയാളെ പിടിച്ചു. ഈ പിണറായി വിജയൻ പരസ്യമായി പറയുകയും ഡൽഹിയിൽ പോയി ഇവരെ, ഞാൻ ഇതൊക്കെ CM3-യും അതും ഇതൊക്കെ ഒപ്പിട്ടെങ്ങനെ ഇവരെ പിന്നെ സഖ്യകക്ഷികൾ പോലും അറിഞ്ഞിരുന്നോ? CPI മന്ത്രിസഭ അറിഞ്ഞിരുന്നോ? ഒരാളും അറിഞ്ഞിരുന്നില്ലല്ലോ. പിന്നെ നേരത്തെ കുഞ്ഞമുഹമ്മദ് പറഞ്ഞു തൃശ്ശൂരത്തെ കാര്യം. എന്റെ കുഞ്ഞമ്മദ്, കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാല് ദൈവവിശ്വാസികളാണ്. ഒരു 90% തൃശ്ശൂർ പൂരം കലക്കി. എങ്ങനെയാണ്? അതിനു മുമ്പേ EP ജയരാജൻ ആ നമ്മളെ ഇലക്ഷന്റെ അന്ന് പറഞ്ഞു, ഞങ്ങള് കേന്ദ്രത്തിനൊരു പ്രചാരകൻ വന്നു, ഞങ്ങളോട് പറഞ്ഞു ആ തൃശ്ശൂർ സീറ്റ് ഞങ്ങൾക്കൊന്നും വേണം. അപ്പൊ EP ജയരാജൻ പബ്ലിക്കായിട്ട് പറഞ്ഞാണ്, അല്ല ഞാൻ ഉണ്ടാക്കണോ? അപ്പം EP ജയരാജൻ പറഞ്ഞു അത് ഞങ്ങളെ സീറ്റല്ല, CPI-യാണ്. പിന്നെ എങ്ങനെയാണ് അത് കൊളവാക്കാൻ പറ്റുക? കൊളവാക്കാൻ പറ്റുന്ന ഒത്തേ ഉള്ളൂ. ഞങ്ങളുടെ സീറ്റല്ല അവരുടെ സീറ്റാണ് കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ കഥകളാണ്. അത് കൊടുക്കാന്ന് പറഞ്ഞല്ല, അത് ഞങ്ങളെ സീറ്റല്ല എന്ന് പറഞ്ഞു. എപ്പാണ് അത്? ശരി, ഓക്കെ. നമ്മളൊരാളുടെ പേരിൽ ഒരാൾ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. താങ്കൾക്ക് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാം. എല്ലാവരും പരസ്പരം ആരോപണമല്ല സാർ, ഇത് കൊളവാക്കിയ രീതിയാ പറയുന്നത്. അപ്പൊ അവിടെ ചാടി വന്നതാണ് ഈ ആഭ്യന്തര വകുപ്പ് കൊളാക്കിയപ്പം BJP അവിടെ സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പം കോൺഗ്രസിന് ഒരു 90% ദൈവവിശ്വാസികളുണ്ട്. അവര് നേരെ അതാരാ സംരക്ഷിച്ചത്? അവർക്ക് വോട്ട് കൊടുക്കും. അത് യാഥാർത്ഥ്യമാണ്.
ശരി, ഓക്കെ. സന്തോഷിന്റെ അഭിപ്രായം അങ്ങനെ സന്തോഷിന്റെ അങ്ങനെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. സന്തോഷിന്റെ അഭിപ്രായത്തെ കേട്ടു. നമുക്കിനി മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളൊരു BJP കാരനായതുകൊണ്ട് കൂടിയാണ്, അതാണെന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. ഈ എല്ലാ കാലത്തും ഈ BJP ആണല്ലോ ഇങ്ങനെ വോട്ട് കച്ചവടത്തിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നത്. അത് ഈ പാർട്ടി മത്സരിക്കാൻ തുടങ്ങിയ കാലം മുതലല്ല, മത്സരിക്കുന്നതിന് മുമ്പ് കാലം മുതൽ തന്നെ ഈ നിരന്തരം ഈ വോട്ട് കച്ചവടത്തിന്റെ ആരോപണം നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടിയായി BJP മാറുന്നത് എന്തുകൊണ്ടാണ്? കിരൺ സാർ നമസ്കാരം. നമസ്കാരം സാർ, ഒരു കാര്യം അറിയോ? ഭാരതീയ ജനതാ പാർട്ടി വോട്ട് കച്ചവടക്കാരാണ് ആരാണോ, ഡീൽ ഉറപ്പിക്കുന്നവർ ആരാണോ എന്ന് ജനം തീരുമാനിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കാണുന്നതാണല്ലോ. ഈ കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാവും. അതാണ് ഇരിക്കട്ടെ സാർ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ബഹുമാന്യ പ്രതിപക്ഷ നേതാവിന് അധികാരത്തിൽ വരില്ല എന്ന് എന്തായാലും മനസ്സിലായി. കാരണം അദ്ദേഹം നേരത്തെ ഒരു 1/2 മണിക്കൂർ മുമ്പേ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ അവിടുന്ന് പത്രപ്രവർത്തകർ പറയുന്നത് കേട്ടു, കേരളം മതേതരത്വത്തിന്റെ നാടാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു പറയും. അത് റൈറ്റ് ആണ് സാർ. കാരണം നിഷ്പക്ഷമതികളായ വോട്ടർമാർ മതേതരത്തിന്റെ നാടാണ് കേരളം. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കക്ഷിയെ കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മതേതര കേരളമാണെന്ന് കേരളത്തിലെ ജനത വിളിച്ചു പറയുന്ന അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പം ബോധോദയുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പവും അദ്ദേഹത്തിൽ തെറ്റ് തിരുത്താൻ സമയമുണ്ട്. അങ്ങേയത്തെ തെറ്റാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പോലത്തെ ഒരു കക്ഷിയെ വിഷസർപ്പത്തിന് ചുമലിൽ എടുത്തിട്ട് മറ്റുള്ളവരെ ബാലകൃഷ്ണൻ, എന്റെ ഒരു സംശയം, ഈ മതേതരത്വത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വിഷസർപ്പം എന്നൊക്കെ പറഞ്ഞു, സമാനമായ സ്വഭാവമുള്ള വർഗീയ സംഘടനകൾ, വർഗീയ പാർട്ടികൾ പ്രധാനമായും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ആധിപത്യം പുലർത്തുന്നില്ലേ? അല്ല, സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് സാറിന് എങ്ങോട്ടാ പോകുന്നതിന് അതിനെ ഞാൻ ഉത്തരം പറയാം. കേൾക്കാമോ സാർ? പറഞ്ഞോളൂ. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സാറായി ഉദ്ദേശിച്ച കക്ഷിയാണ്. പക്ഷെ 11 കൊല്ലമായല്ലോ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ഇവിടെ സബ്കെ സാത്ത് സബ്കെ വികാസ് തന്നെ. ഭാരതത്തിലെ ഏത് ആനുകൂല്യവും ഒരു മതവിഭാഗത്തിനും കൊടുക്കാതിരുന്നിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം ഒരുപോലെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് സാറ് ഭയങ്കര നീളമില്ല. ഞാൻ വീണ്ടും പറയുന്നു, തൽക്കാലം അത്തരം ചരിത്രമൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്കും ബാലകൃഷ്ണനും അറിയാവുന്ന ഒരുപാട് ചരിത്രങ്ങൾ, വർഗീയമായ മതപരമായ വിഭജനത്തിന്റെ ചരിത്രങ്ങൾ ഉണ്ട് നമ്മുടെ രണ്ടുപേരുടെയും മുന്നിൽ. എന്തായാലും തൽക്കാലം അത്ര സമയമില്ലാത്തതുകൊണ്ട് ശരി, സാറിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം, എന്റെ മുമ്പിലില്ല. അത് താങ്കൾ സമകാലീന ഭാരതത്തെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും ഒക്കെ അറിയാവുന്ന എല്ലാ മനുഷ്യരുടെയും മുന്നിൽ അതൊക്കെ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ സാർ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതിനെ സമയോദിക്കുന്നു സാർ. അങ്ങനെയൊന്നും ചർച്ച പറയണ്ട. അല്ല, RSSനെ സാർ എത്ര വർഗീയവാദിയാന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ജനം അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പോട് മനസ്സിലാവും. എങ്ങനെ കേരളത്തിൽ എങ്ങനെ മനസ്സിലാവും? ജനകീയ കോടതിയാണല്ലോ ജനാധിപത്യത്തിൽ ഏറ്റവും വലുത്. അത് റൈറ്റ് അല്ലേ? ശരി, അത് റൈറ്റ് ആണല്ലോ. അപ്പൊ കേരളത്തിലെ 4 മെയ് 4 തീയതി നമുക്ക് എത്ര സീറ്റ് കിട്ടും? സീറ്റ് എത്ര കിട്ടും എന്നുള്ളതല്ല ഞങ്ങളുടെ. ഈ മതേതരത്വത്തിന്റെ ഗവൺമെന്റ് ഇവിടെ വരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ നിങ്ങൾ പറയുന്നത്, ബാലകൃഷ്ണൻ പറയുന്നത് ഞങ്ങൾ ഇത്തവണ വോട്ട് മറിച്ച് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ വോട്ട് മറിച്ച് ചെയ്താൽ നിഷ്പക്ഷപരിഗതമായ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു. അതായത് മതേതരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ എന്തായാലും അങ്ങനെ അവർക്ക് വലിയ പ്രയാസമില്ല. അവരുടെ മുന്നിൽ 2 പ്രധാനപ്പെട്ട മുന്നണികൾ നിൽപ്പുണ്ട്. അവർക്ക് അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല. അവർ ഏതെങ്കിലും ഒരു മുന്നണി അവർ സെലക്ട് ചെയ്യും. ഏതെങ്കിലും മുന്നണി സെലക്ട് ചെയ്യില്ല. മതേതരത്വത്തിന് ഉൾക്കൊള്ളുന്ന മുന്നണിയെ സെലക്ട് ചെയ്യും. ശരി, അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണൻ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണം. ശ്രീ പ്രേമനാണ്, ചെന്നൈയിൽ നിന്നാണ്. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും ഇങ്ങനെ പാർട്ടികൾ തമ്മിൽ ഈ അവിശുദ്ധമായ ഇത്തരം ചില ഡീലുകൾ ഉണ്ടോ? ഡീലുകളുണ്ട്. ഡീലുകള് കോൺഗ്രസുമായിട്ടാണ്. കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീല്. എവിടെയെങ്കിലും BJP ജയിക്കുകയാണെങ്കിൽ അവിടെ CPM കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അത് ഇനിമേലും ചെയ്യും BJPനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പാലക്കാട് LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് കണ്ടപ്പോൾ ഡീല്, കാരണം പറഞ്ഞാല് പാലക്കാട് അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ശോഭാ സുരേന്ദ്രനും അവിടെ ജയിച്ചു പോകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തോപ്പിക്കാൻ ചില CPM വോട്ടുകൾ പിന്നെ UDFന് അനുകൂലമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് പിന്നെ പകല് പോലെ വ്യക്തമാണ്. ഇത് സത്യമാണ്. നമ്മൾ പാർട്ടിന്റെ ഒരു ഇതായിട്ട് പറയുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണ്. അപ്പൊ എവിടെ BJP ജയിക്കുന്നു അവിടെ പിന്നെ ഇടതുപക്ഷവും CPMഉം ശക്തമായി ഈ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യും. അതുപോലെ തന്നെ രാജഗോപാലൻ സാർ ജയിച്ചിനെങ്ങനെയാ
ആടെ 13,000 വോട്ടല്ലേ അന്ന് പിന്നെ UDF സ്ഥാനാർത്ഥി കിട്ടിയത്. അതുകൊണ്ടല്ലേ അവിടെ ജയിച്ചത്. വീണ്ടും അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 38,000 വോട്ട് എങ്ങനെയാ വന്നത്? അതിന് മുമ്പിലുള്ള തെരഞ്ഞെടുപ്പിൽ ചോദിച്ചാൽ അതല്ലേ അവസ്ഥ. അതുകൊണ്ട് BJPയെ ജയിപ്പിക്കുന്ന എവിടെ CPM ഇടതുപക്ഷമോ ഒരു തരത്തിലും ശ്രമിക്കില്ല. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയാന്ന് BJP പിന്നെ ഭരണം പിടിച്ചത്? 43 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താ. ആ 3-ാം സ്ഥാനത്ത് എത്താൻ കാരണം എന്താ? അവർ തമ്മിലുള്ള ഡീൽ കൊണ്ടല്ലേ. അതിപ്പോ ആ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് BJP എവിടെ പിന്നെ ജയിക്കുന്നത് അവിടെ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടാൽ LDF തീർച്ചയായിട്ടും ആ BJPയെ തോപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യും. ഇതാണ് യാഥാർത്ഥ്യം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, ഈ ഡീൽ ആരോപണം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ചില മണ്ഡലങ്ങളെയൊക്കെ പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത്. തിരിച്ചും ആരോപണങ്ങൾ വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ ഏതെല്ലാം പാർട്ടികൾ തമ്മിലാണ് ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടോ? നമസ്തേ സാർ. നമസ്തേ സാറേ, ഈ ഡീൽ എന്നൊക്കെ പറയുന്നത് വെറും അവർ തോറ്റു കഴിയുമ്പോഴൊക്കെ ഒരു പറയാനൊരു കാരണം വേണം. അതിനു വേണ്ടിയിട്ടുള്ളതാ ഈ ഡീൽ എങ്ങനെ വെക്കുന്നത്. ഈ ടോട്ടൽ വോട്ട് ചെയ്യുന്നവരിൽ ഒരു 50% നിഷ്പക്ഷവാദികളാണ്, എന്നെ പോലുള്ള ആൾക്കാർ. ഞങ്ങൾ ആളിനെ നോക്കിയേ വോട്ട് ചെയ്യത്തുള്ളൂ. ഈ 50% കൊണ്ട് അവർ ഡീൽ നടത്തുമായിരിക്കും, അവർ പറയുന്നത് കേൾക്കുമായിരിക്കും. അങ്ങനെയൊന്നും പറയുന്നത് കേൾക്കുന്നവർ കാണത്തില്ല, വളരെ ചുരുക്കമേ കാണത്തുള്ളൂ. പിന്നെ ഈ ഡീൽ എന്ന് പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് അവരുടെ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞാൽ തോറ്റ കാരണം പറയാൻ വേണ്ടിയിട്ടൊരു ഒരു കണ്ടുപിടിച്ചേക്കുന്ന ഒരു വഴിയാണ്. പിന്നെ ഈ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്ന ആൾക്കാർ വോട്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല വഴി. ഇതൊക്കെ ഈ ഡീലൊക്കെ ചുമ്മാ രാഷ്ട്രീയക്കാർ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുന്ന, അല്ലാതെ വേറൊന്നും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിന്റെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ശരിക്കും ഡീൽ ഏതൊക്കെ പാർട്ടികൾ തമ്മിലാണ്? നമസ്കാരം. നമസ്കാരം. ഒരു കേസ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ വോട്ടെടുപ്പിന്റെ അന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുത്തിട്ട് കുറെ വോട്ട് ഞങ്ങൾക്ക് താങ്കൾ പിടിച്ചു തന്നു, കുറെ സീറ്റ് കിട്ടി. കാരണം ഇത് തന്നെയാണ് മെയിൻ കാരണമായിരുന്നു. കുറച്ച് കിട്ടി. ഇത്തവണത്തെ അജണ്ട എന്ന് പറഞ്ഞത് സംഘപരിവാറിന് നിൽക്കുന്ന ഏക വ്യക്തി പിണറായി. ഇത് താങ്കൾക്കോ ചാനലിനോ ചിലപ്പം ഇതായിരിക്കും, ശരിയാന്ന് തോന്നുമായിരിക്കും. ഇവിടുത്തെ ജനങ്ങൾക്കൂടെ ശരിയാക്കി തോന്നണ്ടേ? പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്തുകൂടെ പറഞ്ഞോ, ഒരു സെക്കൻഡ് കൂടെ സമയം തന്നാൽ. ഈ സംഘപരിവാറിനെ ഈ റിയാസിനെയും പിന്നെ ശിവൻകുട്ടിയെയും കൊണ്ട് അവിടെ പോയി നിർമ്മലാ സീതാരാമന്റെ അടുത്ത് ഇഡലിയും ദോശയും കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വന്നത് സംഘപരിവാറുമായിട്ടുള്ള ഇതിന്റെ പുറത്താണോ? സർക്കാരിന്റെ കാര്യം നേടാനല്ല പോയത്. പിന്നെ ഒന്ന് PMC ഒപ്പിടാൻ പോയത്, രഹസ്യമായിട്ട് പോയി ഒപ്പിട്ടത്. സംശയം, കേരളത്തിലെ 2 മന്ത്രിമാർ ഒരു കേന്ദ്രമന്ത്രിയെ കാണുന്നത് അത് എങ്ങനെയാണ്? അത് ഭരണപരമായ കാര്യമല്ല, വേറെ ഏതെങ്കിലും CPM-ഉം BJPയും തമ്മിലുള്ള ഡീൽ ആണ്? അതും നിർമ്മലാ സീതാരാമനെ പോലെ ഒരു മന്ത്രിയെ കണ്ടിട്ടാണോ? BJPയിൽ അങ്ങനെ പാർട്ടി സംവിധാനത്തിൽ നിർമ്മലാ സീതാരാമൻ അങ്ങനെ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നിർമ്മലാ സീതാരാമൻ പാർട്ടിയുടെ നേതാവൊക്കെ തന്നെയാണ്, പക്ഷേ അങ്ങനെ ഡീൽ ഉറപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ നിർമ്മലാ സീതാരാമനെ ഒരു കേന്ദ്രമന്ത്രിയെ സംസ്ഥാന മന്ത്രിമാർ കണ്ടതിനെ ഡീലാന്നൊക്കെ താങ്കൾ പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സത്യത്തിന്റെ ഒരു അംശമെങ്കിലും വേണ്ട എവിടെയെങ്കിലും. എനിക്കൊന്നും പറയാൻ സമയം തന്നില്ലല്ലോ. ഇനി വേണമെങ്കിലും പറഞ്ഞു. ഡീലിന്റെ കാര്യം മാത്രമല്ലല്ലോ ഇവിടെ ഇപ്പൊ ഈ താങ്കൾ സംസാരിച്ച. അതെ, അതിനു മുമ്പായിട്ട് താങ്കൾ ഈ വിളിച്ച കോളേജിനോടൊക്കെ പറഞ്ഞ ഒരു ഭാഷയുണ്ട്. ഈ സംഘപരിവാറിനെ എതിർക്കുന്നത് പിണറായി വിജയനാണ് എന്നാണ് ഇത്തവണത്തെ അജണ്ട, ഈ ഇലക്ഷന്റെ അജണ്ട. അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഈ അവിടെ ചെന്നിട്ട് സംഘപരിവാറുമായിട്ട് ഡീലുണ്ടാക്കിയത് ഇലക്ഷന്റെ ഡീലല്ല, പല കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡീലുണ്ടായിക്കൊണ്ടുവന്നത് പിണറായിയും മരുമോനെന്ന് ഞാൻ പറയുന്നില്ല, റിയാസ് മന്ത്രിയും ശിവൻകുട്ടിയും കൂടിയാണ്. രണ്ടാമത്തെ PSC ഒപ്പിടാൻ പോയതും ഇവർ തമ്മിലാണ്. പിന്നെ 2 കേസ് കൂടെ എനിക്ക് 1 സെക്കൻഡ് കൂടെ സമയം തന്നാൽ ഞാൻ നിർത്തുന്നു. കാരണം ഈ നേമത്തെ കേസ് 2 എണ്ണം ഇല്ലേ? നേമത്തെ എങ്ങനെയായിരുന്നു ശ്രീ ജയകുമാർ പറയാം സാറേ. നേമത്തെ 2 കേസ്, രാജഗോപാലിന്റെയും ശിവൻകുട്ടി അക്കൗണ്ട് പിടിച്ച് 2 കേസ്. അത് പറയാം. അത് പറഞ്ഞ ഞാൻ അതിനകത്ത് ഇതിനകത്ത് കൂടുതലും കണ്ടമാനം വർക്ക് ചെയ്തതാണ് ഈ നേമത്ത്. ഈ രാജഗോപാൽ സാറ് എത്രയോ പ്രാവശ്യം 8 9 പ്രാവശ്യം ഇവിടെ നിന്ന് കരഞ്ഞ് ആളുകളെ പോകുന്നിടത്ത് കരഞ്ഞ് എന്നെ അവസാനത്തേക്ക്. ഒരു സംശയം, ഇത് നീണ്ടുപോകുന്നതുകൊണ്ടാണ്. ഈ രാജഗോപാൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് അതിനു മുമ്പ് UDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിന്റെ പകുതിയെങ്കിലും വോട്ട് കിട്ടിയിരുന്നെങ്കിൽ രാജഗോപാൽ എന്ന് BJP അക്കൗണ്ട് തുറക്കില്ലായിരുന്നു.
അവിടെ Correct. ഒന്നാം പ്രതി കോൺഗ്രസും UDF തന്നെയല്ലേ? കറക്റ്റ്. അതാണ് ഞാൻ സാറിന്റെ ആദ്യം പറഞ്ഞുകൊണ്ട് വന്നത്. സാർ അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇദ്ദേഹം 8-9 പ്രാവശ്യം നിന്നിട്ട് ഇത്തവണ ഓരോ പ്രാവശ്യം തോക്കുമ്പോൾ ഞാൻ നിൽക്കുന്നില്ല ഇത്രയും എന്നെ ഒരിക്കലെങ്കിലും ജയിപ്പിക്കണമെന്ന് കാല് പിടിച്ച ആൾക്കാരുടെ പറഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരെന്ന് പറയണത് പാർട്ടിക്കാരെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ബാക്കി അനുഭാവികളും മറ്റുള്ള ന്യൂനപക്ഷങ്ങളും അല്ലേ? അവരുടെ ചെന്ന് ഈ കാലം പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തോന്നിയ ഒരു ദൈവമാണ് അന്ന് ഈ രാജഗോപാൽ സാറിന് കിട്ടിയത്. ശിവൻകുട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ അക്കൗണ്ട് പിടിച്ച് ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ഇത്തവണ വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ് ശിവൻകുട്ടിയുടെ അക്കൗണ്ടിന് ജീവിതത്തിൽ തുറക്കാത്ത രീതിയിൽ ഞങ്ങൾ പൊട്ടിച്ചു കൊടുക്കാം. അതിന് കാരണം കൂടെ ശരി, ജയകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതുന്നു. ശ്രീ വിജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഡീൽ വിഷയത്തിൽ? ഇത് പത്രങ്ങളിലും ഈ TV-യിലും കൂടെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും BJP-ക്കാർ ഉറപ്പിച്ച് പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. പറഞ്ഞോളൂ. കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അപ്പൊ പിന്നെ എന്തായാലും BJP വരില്ല എന്ന അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് എല്ലാവർക്കും മനസ്സിലാവും, അവർക്കും അറിയാം. BJP എങ്ങനെ വന്നാലും BJP അധികാരത്തിൽ വരില്ല, കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരണം എന്നവർ ആഗ്രഹിക്കുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ? എത്രയോ അവരുടെ നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന്. VD സതീശൻ മുഖ്യമന്ത്രി ആവില്ല എന്ന് എത്രയോ പേര് പറഞ്ഞു. ഇതിനേക്കാൾ വേറൊരു തെളിവ് വേണോ? പറഞ്ഞോളൂ. അല്ല, ഇതിനേക്കാൾ വേറെ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഈ ഡീലിന്റെ തെളിവാകുന്നത് എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായം? എന്തായാലും ഡീലിന്റെ തെളിവെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം. അവര് എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയോണ്ടല്ലേ ഇവരിനി എന്തായാലും കോൺഗ്രസ് വരില്ല എന്ന് പറയുന്നത്. ഒരുപാട് കാലം ഈ ആരോപണം നേരിട്ട ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അത് ആയിക്കോട്ടെ. അല്ല, പലയിടത്തും പല സംസ്ഥാനങ്ങളിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. കുറച്ച് നേരത്തെ നിയമത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇവിടെ നിയമത്തിനടുത്തുള്ള ആളാണ്. അവിടെ പിന്നെ സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞാൽ ഈ മറ്റേ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നതിന് പകരം ഒരു ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ച് ഘടകകക്ഷിയിലുള്ള ഒരാളെ കൊണ്ട് ഇട്ടപ്പോഴേ എന്തായാലും കോൺഗ്രസ്സുകാർ തന്നെയാണ് ആ വാശി കൊണ്ട് തിരിച്ചടിച്ചത്. ഇല്ലാന്ന് പറയുന്നില്ല. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എന്താണ് ഈ ഡീലിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. കാര്യം പാലക്കാട് ചങ്ങനാശ്ശേരിയൊക്കെ നോക്കുമ്പോൾ ഒരു തീർത്തും പ്രസക്തമല്ലാതെ ഒരു സ്ഥാനാർത്ഥി. ഇപ്പോ ഈ സന്ദീപ് അഗസ്തരി ഏറെക്കുറെ നമ്മുടെ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല പ്രവർത്തികൾ അതേപോലെ പ്രവർത്തിച്ചായിരുന്നു. അയാളെ മിക്കവാറും ജയിക്കാൻ സാധ്യതയുണ്ട് തോന്നിയ സമയത്ത് അയാൾ ഹരിപ്പാടോട്ട് മാറ്റി. അപ്പൊ ഇതെന്തോ ഇപ്പൊ സജി ചെറിയാൻ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശമൊക്കെ നടത്തിയതുകൊണ്ട് BJP-ക്കാർക്ക് കുറച്ച് താല്പര്യം കൂടുതലായതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കട്ടെ, നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, മുസ്ലിം സമുദായം ഏത് ഭാഗത്തേക്ക് നീങ്ങുന്നോ ആ ഭാഗം ജയിക്കുന്നു. അത് തെറ്റാണ്. കാരണം ഇന്ന് ഞാൻ നോക്കുമ്പോൾ BJP ഏത് ഭാഗത്ത് നീങ്ങുന്നോ ആ ഭാഗം ജയിക്കും. ഇടതുപക്ഷത്തിന് ഇനി ഭരിക്കാൻ ഭരണത്തിൽ കയറണമെങ്കിൽ BJP സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ചെറിയ ഡീലിംഗ് എന്തോ നടക്കുന്നുണ്ട് തന്നെ എന്റെ പരമായ സംശയം. ശോഭാ സുരേന്ദ്രൻ മിക്കവാറും ഒരു അസംബ്ലിയിൽ പോകേണ്ട ആളിനാണ്. അവരെ പറയാൻ പറ്റൂല. അസംബ്ലിയിൽ എത്തേണ്ട ആളിനാണ്. ഒരു ഡീലിംഗ് ഉണ്ടെന്നാണ് കേരള എന്റെ ഒരു ചെറിയ അനുമാനം. കാരണം ഈ കൂത്തുപറമ്പിൽ പിണറായി വിജയൻ വരെ BJP വോട്ട് നേടിയിട്ട് 70 ജയിച്ചിട്ടുണ്ട് ആദ്യത്തെ ഇലക്ഷനിൽ. അപ്പൊ അത് അദ്വാനി വരെ കൂടെ LDF പ്രചരണത്തിന് വേണ്ടി പ്രസംഗിച്ചിട്ട് പാലക്കാട്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ വർഷം മൂന്നാമത് വരണ്ടെങ്കിൽ BJP സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. അങ്ങനെയാണ് 10 MLA BJP കൂടാവും. ഓക്കെ കിരൺബാബു. എന്തായാലും താങ്കളുടെ ഇത് കൊള്ളാം, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ അങ്ങനെ ഒരു ഡീൽ ഈ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. കുറെ വിളിച്ചിട്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ സമയം കിട്ടിയില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ രാജേട്ടൻ തന്നെ കാരണം രാജേട്ടൻ തന്നെ അദ്ദേഹം ഒരു CPM-ന്റെ അനുഭവമാണ്. അദ്ദേഹം അങ്ങനത്തെ പ്രസ്താവന ഇറക്കാൻ പാടില്ല. കാരണം BJP 10 കിട്ടും എന്നൊക്കെ പറയാ, അത് അങ്ങേയറ്റം മോശമാണ് എന്റെ അഭിപ്രായം. രാജേട്ടൻ കേൾക്കുന്നുണ്ടായിരിക്കും. ഓരോരുടെ അഭിപ്രായം പറയുന്നല്ലേ. ഇപ്പൊ നമുക്ക് നമ്മൾ പറയുന്ന വെച്ചല്ലോ പാർട്ടിക്ക് സീറ്റ് കിട്ടുന്നതും കിട്ടാത്തൊക്കെ. KC വേണുഗോപാല് രാജസ്ഥാൻ MP ആയിരുന്നു. രാജസ്ഥാനില് രാജ്യസഭ MP. എന്നിട്ട് ആ സീറ്റ് എന്തൊക്കെ BJP-ക്ക്
ദാനം ചെയ്യുകയാണ്. ശ്രീ സൂപ്പി, അതൊക്കെ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ആ സീറ്റ് പിടിച്ചെടുക്കാൻ, കേരളത്തിലെ ആകെ സീറ്റ് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കെ.സി. വേണുഗോപാലിനെ പോലെ ഒരു നേതാവ് മത്സരിക്കേണ്ട ആവശ്യമാണ്. അല്ലാതെ തന്റെ രാജ്യസഭാ അംഗത്തിന്റെ രാജസ്ഥാനിൽ ഇനി ഒരു 1-2 കൊല്ലം ഉണ്ട്, ആ 2 കൊല്ലത്തേക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് കെ.സി. വേണുഗോപാൽ മാറി നിൽക്കാന്നോ വേണ്ടത്? അതിലൊന്നും അതൊക്കെ ബാലിശമായ വാദങ്ങൾ മാത്രമാണ്. ഈ കെ.സി. വേണുഗോപാലിനെ പോലെ ഒരു നേതാവ്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ അത് കോൺഗ്രസിന് നേട്ടമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. അതുപോലെ കെ.സി. വേണുഗോപാൽ മത്സരിച്ചാൽ നേട്ടം ഉണ്ടാകുന്ന കണ്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ് എല്ലാവരും നടത്തും. അല്ലെങ്കിൽ എം.എൽ.എമാരെ എംപിമാരെ ഇപ്പൊ എംപിമാരെ എന്തായാലും തിരിച്ചു മത്സരിക്കുന്നില്ല, അങ്ങനെയൊക്കെ എല്ലാ പാർട്ടികളും മത്സരിപ്പിക്കുന്നതിനാണ്. അതൊരു പൊളിറ്റിക്കൽ മൂവാണ്. അവിടെ അയാൾ വേണോ വേണ്ടയോ എന്നൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തോറ്റു പോകുന്ന കരുതി ഒരു എം.എൽ.എ മാറ്റി എം.പി ആയിട്ട് മത്സരിപ്പിക്കാതിരിക്കുമോ? അതൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടെ, ആലപ്പുഴയില് കെ.സി. വേണു ജയിച്ച് ബി.ജെ.പിയുടെ വോട്ടോട് കൊണ്ട് തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. കെ.സി. വേണുഗോപാൽ എത്ര കാലമായി അവിടെ ജയിക്കുന്ന ആളാണ്? കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ തോറ്റിട്ടുണ്ടോ? കെ.സി. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന നേതാവല്ലേ? അങ്ങനെ നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സൂപ്പി അങ്ങനെ വെറുതെ ഉന്നയിക്കരുത്. കെ.സി. വേണുഗോപാലിന് അവിടെ ബി.ജെ.പിയുടെ അല്ല എല്ലാവരുടെ വോട്ട് കിട്ടുന്നുണ്ടായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷേ കെ.സി. വേണുഗോപാൽ മത്സരിക്കുമ്പോഴെല്ലാം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ തക്ക ജനപ്രീതിയുള്ള ഒരു നേതാവ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമാണ്. ജമാഅത്ത് ഇസ്ലാമി സാക്ഷാൽ RSS തന്നെയാണ്. കാരണം മുസ്ലിങ്ങളിൽ RSS അവരെയാണ് കൂട്ടുപിടിച്ചത്. പിന്നെ ഇപ്പുറത്ത് ബി.ജെ.പിയെ കൂട്ടുപിടിക്കുന്നു പറഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിട്ട് എല്ലാവരും കൂട്ടുപിടിച്ചിട്ടില്ലേ? ഇടതുമുന്നണി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് CPM ധാരണ ഉണ്ടായി പോയിട്ടില്ലേ? അത് മനസ്സിലായി. അവര് ധാരണ മനസ്സിലായി. അവര് സാക്ഷാൽ വർഗീയ സംഘടനയാണ് മനസ്സിലായപ്പോൾ ഞാനതാ പറയാം, കാലാകാലങ്ങളിൽ ഈ പറഞ്ഞ വർഗീയ കക്ഷികളുമായിട്ടൊക്കെ CPM-ഉം കോൺഗ്രസും കൂട്ടുകൂടിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി. അതിനകത്ത് ആരെങ്കിലും ഒരുത്തരെ വിശുദ്ധരാണെന്നൊന്നും പറയാൻ തൽക്കാലം കഴിയില്ല. ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി കിട്ടാത്തതിൽ ഭയങ്കര നിരാശയില്ലേ ഇയാൾക്ക് പ്രതിപക്ഷ നേതാവിന്? കാരണം അയാൾ എന്താ ജമാഅത്ത് ഇസ്ലാമിയെ കൂടുതൽ കേട്ടില്ല വ്യക്തമായില്ല. ജമാഅത്ത് ഇസ്ലാമി പശ്ചിമ ബംഗാളിൽ തോറ്റപ്പോ ബംഗ്ലാദേശില് പരാജയപ്പെട്ടില്ല. ഇപ്പൊ കുറഞ്ഞ സീറ്റാ കിട്ടിയിട്ടു ബംഗ്ലാദേശ് ഭരണത്തിൽ. അതിൽ നിരാശയുണ്ട് ഇയാൾക്ക് പ്രതിപക്ഷ നേതാവിന്. അതൊക്കെയാണ് ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയും ബി.ജെ.പി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി തോളോട് തോൾ ചേർന്ന ചരിത്രം CPM-നും ഇല്ലേ? അത് മുമ്പ് അത് മനസ്സിലായി. അല്ല, അത് നിങ്ങൾ നിൽക്കുമ്പം അത് കുഴപ്പമില്ല, മറ്റവർ നിന്നാൽ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താ ന്യായം? അത് ന്യായമൊന്നുമല്ല. അന്നും ജമാഅത്തെ ഇസ്ലാമി ഇതേ ജമാഅത്തെ ഇസ്ലാമിയ, ഇന്നും ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവിടുത്തെ ജമാഅത്തിൽ അവര് വ്യത്യാസമുണ്ട്. ശരി, ഓക്കെ. സൂപ്പിയുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഷാജിയാണ് വയനാട് നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, കേരളത്തിൽ ആരൊക്കെ തമ്മിലാണ് ഡീലുള്ളത്? ഷാജുവാണ് വയനാട്ടില്. ശരി ഷാജി, പറഞ്ഞോളൂ. പിന്നെ ഇപ്പൊ ഈ നിലവിൽ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ച പോലെ ഒരു ഡീലുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എല്ലാവരും പറയുന്നുണ്ട് പരസ്പരം ഡീലുണ്ടെന്ന്. എനിക്കറിയില്ല ഡീലുണ്ടോ ഇല്ലയോ. ഇവിടെ ഒരു ഡീലില്ല, നിലവില് ഡീലില്ലെന്ന് പറഞ്ഞ ഒരു പുകമ്പറ മാത്രം സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഡീലൊക്കെ. ഡീല് ഉണ്ടെന്ന് ഇപ്പൊ ഈ ഒരു പരാജയ ഭീതി പോലും പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സ്ഥാനാർത്ഥിയും തോൽക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ തോൽക്കുന്നതിന് വേണ്ടിയിട്ട് ഡീല് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും പറയാൻ കഴിയില്ല. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങൾ അവിടുത്തെ വോട്ട് ഞങ്ങൾക്ക് മറിച്ചാൽ ഞങ്ങളുടെ വോട്ട് തിരിച്ചു മറിക്കാമെന്നൊക്കെ പറഞ്ഞുള്ള ചില രഹസ്യ ധാരണകളൊക്കെ പലപ്പോഴും പല ഘട്ടത്തിലും പലയിടത്തും ഉണ്ടാവാറുണ്ട്. അതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പല ഘട്ടത്തിലും ഉണ്ടാവാറുണ്ട്. അതൊന്നും ഉണ്ടാവേ ഇല്ല, എല്ലാവരും മത്സരിക്കുന്നവരെല്ലാം ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നൊന്നും പറയുന്നത് അതിലൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞ കാരണം 1-2 വ്യക്തികൾ വിചാരിച്ചാൽ നടക്കില്ല സാറ് വിചാരിക്കുന്ന പോലെ. നമ്മൾ 1-2 സംഘടിത പ്രസ്ഥാനം വിചാരിച്ചാൽ നടക്കില്ലേ? ഒരു സംഘടിത പ്രസ്ഥാനം അവിടെ വോട്ട് ഇന്ന ആൾക്ക് മറിച്ചു കൊടുക്കുകയാണ് എന്ന് തീരുമാനിച്ചാൽ അതിന്റെ ഒരു നിശ്ചിത ശതമാനം വോട്ടൊക്കെ മറിക്കാൻ ഏത് പ്രസ്ഥാനത്തിനും കഴിയില്ലേ? ആ ചെറിയൊരു ശതമാനമല്ലേ അങ്ങനെ വരുള്ളൂ. അത്രയും മതിയല്ലോ. കേരളത്തിലെ 5000 വോട്ട് മറിച്ചാൽ കേരളത്തിലെ ഭരണം മാറിപ്പോകും. കേരളത്തിലൊരു 10-30 മണ്ഡലത്തിൽ 5000 വോട്ട് ഒരു കക്ഷികൾക്ക് മറു കക്ഷിയിലേക്ക് മറിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണത്തിന് ആർക്ക് LDF-ന് കിട്ടുമോ UDF-ന് കിട്ടുമോ എന്നൊക്കെ ചിലപ്പോൾ അത് തീരുമാനിക്കുന്ന അവസ്ഥയൊക്കെ വരും. 5000 വോട്ടൊന്നും ഒരിക്കലും ഈ നിയമസഭാ ഇലക്ഷനിൽ മറിക്കുന്ന നടക്കില്ല സാറേ. അതൊക്കെ ചുമ്മാ അറിയില്ല, എന്റെ കണക്കറിയില്ല. അതൊക്കെ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെയാണ് ശരിയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ശരി, ഒരു 25 വോട്ട് മറിച്ചാൽ അവൻ തോറ്റുപോയി, അല്ല 10 വോട്ട് മറിച്ചാൽ തോറ്റുപോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനതാ പറഞ്ഞത് 5000-ൽ താഴെ ഭൂരിപക്ഷമുള്ള ഏകദേശം 30ഓളം മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ ഒരു സ്ഥലത്ത് 5000 വോട്ട് മറിക്കണ്ടല്ലോ, 10000 വോട്ട് കണക്കാക്കണം. 10000 വോട്ട് ഭൂരിപക്ഷമുള്ള ഒരാളിന് തന്നെ 5000 വോട്ട് നേരെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് പോയാൽ അയാൾ പരാജയപ്പെട്ടില്ലേ? അല്ല, അത്ര വോട്ടൊന്നും ഒരു വാർഡിന്നൊക്കെ മറിക്കുന്ന പോലെ ഒന്നും ഒരിക്കലും മൊത്തത്തിൽ നടക്കില്ലെന്നേ. നമ്മൾ പറയുന്നത് നടക്കില്ല. എനിക്കറിയില്ല എങ്ങനെ മറിക്കാൻ വിളിക്കുന്നത്. ഷാജുവിന്റെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഡീൽ ആരെങ്കിലും തമ്മിൽ ഉണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? കേരളത്തില്
ഇപ്പോ 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണല്ലോ നടക്കുന്നത്. കേരളം ആകെ അങ്ങനെ 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമില്ല. കേരളത്തിലെ ഭൂരിപക്ഷ സീറ്റുകളിൽ 2 മുന്നണികൾ തമ്മിലും മറ്റ് കുറച്ച് സീറ്റുകളിൽ 3 മുന്നണികൾ തമ്മിലും ശക്തമായ വേരോട്ടം ഉണ്ടല്ലോ കേരളത്തില്. അപ്പൊ അവിടെ ഒരു ഡീലിന്റെ ഒരു പ്രസക്തി ഉദിക്കുന്നില്ല. അതൊക്കെ വെറുതെ ഒരു ആരോപണം മാത്രമായിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. നേതാക്കന്മാര് പറഞ്ഞു എന്നുള്ളതിനെ കൊണ്ടൊന്നും അണികള്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങൾക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു നേതാവ് പറഞ്ഞു എന്നുള്ളതിനെ കൊണ്ടൊന്നും ആരുടെ വോട്ടൊന്നും അങ്ങനെ മറിയാൻ പോകുന്നില്ല. അത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പാർട്ടികൾ തമ്മിൽ ഡീൽ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണോ? നമസ്തേ സാറേ. നമസ്തേ. എനിക്ക് ഈ ഡീലിന്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല ഈ പറയുന്നെങ്കിലും, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം സാറേ. കഴിഞ്ഞ 21 ഇലക്ഷന് കുമ്മനത്തെ തോൽപ്പിച്ചിട്ട് CPM-കാർ പറഞ്ഞു, കണ്ടോ ഞങ്ങള് നിയമം ഞങ്ങള് പിടിച്ചെടുത്തു. അതിന്റെ കൂടെ കെ മുരളീധരൻ വന്ന് പറഞ്ഞു, കണ്ടല്ലോ 3ാം സ്ഥാനത്ത് പോയ കെ മുരളീധരൻ വന്ന് പറഞ്ഞത്, തോൽപ്പിച്ചത് കണ്ടല്ലോ, ഞങ്ങൾക്കറിയാം തോൽപ്പിക്കാൻ, ജയിക്കാൻ അറിയത്തില്ലെങ്കിലും തോൽപ്പിക്കാൻ അറിയാമെന്ന് വന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഡീൽ ഉണ്ടെങ്കിൽ തന്നെ അവർ ഞങ്ങളിലായിരിക്കാനാണ് സാധ്യത. ആരൊക്കെ തമ്മിൽ? UDF-ഉം LDF-ഉം. UDF LDF തമ്മിൽ തൽക്കാലം എന്തായാലും ഡീല് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിൽ ചിലപ്പോൾ 1-2 മണ്ഡലത്തിലെങ്ങാനും ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അപ്പുറത്തേക്ക് ഈ 2 മുന്നണികളും ഭരിക്കുന്നത് ഞങ്ങൾക്ക് കേരളം ഭരിക്കണമെന്നുള്ള വാശിയോടുകൂടി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട മുന്നണികളല്ലേ. അവർ തമ്മിൽ എങ്ങനെയാണ് ഒരു ഡീൽ ഉണ്ടാക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവര് തന്നെ പരസ്യമായിട്ടൊന്ന് പറഞ്ഞില്ലേ? അല്ല, അതിപ്പോൾ 1-2 സീറ്റുകൾ ചിലപ്പോൾ BJP ജയിക്കുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പാർട്ടികൾ തമ്മിൽ ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിലും ആ BJP ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ ചിലപ്പോൾ എതിർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തെന്ന് വരും. അത് ഡീലൊന്നും അല്ലല്ലോ. അതങ്ങനെ ഡീലാവുന്നത്? തോൽപ്പിക്കുക എന്നുള്ളതും ഡീല് തന്നെ. ജയിക്കുക എന്നുള്ളതല്ല, തോൽപ്പിക്കുക എന്നുള്ളതും ഒരു ഡീല് തന്നെയാണ് സാറേ. ശരി, ഓക്കെ. താങ്കൾക്ക് അങ്ങനെ ഡീൽ എന്നാണെന്ന് താങ്കൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങളാവാം. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ ഇങ്ങനെ ഡീൽ ഉണ്ടോ യഥാർത്ഥത്തിൽ? കിരൺ സാർ, ഡീൽ എന്താണ് എന്ന് ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്കറിയില്ല സാർ. എന്നാൽ നേതാക്കന്മാര് മാറി മാറി ഇതേ പറയുന്നു. ഡീല് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ത് ഡീല് നടത്തിയിക്കോട്ടെ സാർ, ജനങ്ങൾക്ക് നന്മ വരുന്ന രീതിയിൽ അവരെന്താന്ന് വെച്ചാൽ ഭാവിയിൽ പെരുമാറിയാൽ മതി എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ സാർ. അപ്പൊ ഡീൽ എന്തോ ആയിക്കോട്ടെ, നന്നായി അവർ പ്രവർത്തിച്ചാൽ മതി എന്നല്ലേ? ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഇനി വായുവിന് മാത്രമേ ഉള്ളൂ സാർ പൈസ ഇടാനായിട്ട്, വേറെ എല്ലാത്തിനും ആയിട്ടുണ്ട്. ശരി, ഓക്കെ. എന്നാലും നമുക്ക് ഏതാനും യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. ഡീൽ ഓർ നോ ഡീൽ ബട്ട് ദി സ്കേപ്പ് ഗോട്ട് ഈസ് 2020 എന്നാണ് പറയുന്നത്. ബലിദാനി എന്നൊക്കെ പറഞ്ഞ് 2020ക്ക് സീറ്റ് NDA നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടാന്ന് തോന്നുന്നു അത് സൂചിപ്പിച്ചിരിക്കുന്നത് ഷിജു കിരിയത്ത്. സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നോക്കാതെ വരുമ്പോൾ ഡീലുമായി വരുന്നു കഷ്ടം. വടക്കേ ഇന്ത്യയുടെ ഇവരുടെ എത്ര MLA-മാർ BJP-യിലേക്ക് പോയി? ഇതെന്ത് ഡീലാണെന്ന് ശിവൻകുട്ടി CR ചോദിക്കുന്നു. മൊയ്തീൻകുട്ടി, ഡീലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ കൂടുതൽ കോൺഗ്രസിനാണ് BJP-ക്ക് പോകുന്നത് എന്ന് പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു, ഏത് മുന്നണിയായാലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താതെ ദുർബലരെ നിർത്തുന്നത് ഡീൽ തന്നെയാണ് എന്ന് പറയുന്നു. അത് എപ്പോഴും അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നല്ല സ്ഥാനാർത്ഥികളെ കിട്ടാത്ത അവസ്ഥയൊക്കെ മുന്നണികൾക്ക് ചില ഘട്ടത്തിലെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അവസാന നിമിഷം ആരെങ്കിലുമൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ചിലയിടത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അടിയാണെങ്കിൽ ചിലർക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. ചെങ്ങായിമാരുടെ ഇലക്ഷൻ അങ്ങനെ തന്നെ വോട്ട് കൂടുതൽ കിട്ടാതെ തന്നെ ആരും നോക്കി മനസ്സിലാക്കുന്നില്ല എന്ന് മൊയ്തീൻ കുട്ടി. മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഗ്ലാഡിയേറ്റർ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു CPM-കാർ 10 സ്ഥലത്ത് BJP-യെ ജയിപ്പിക്കുമെന്ന്. അപ്പോൾ ബാക്കി 130 സ്ഥലത്ത് BJP-യെ ജയിപ്പിച്ച് കോൺഗ്രസ്സുകാർ CPM-നോട് പ്രതികാരം ചെയ്യണം എന്നാണ് ഗ്ലാഡിയേറ്ററിൻ്റെ അഭിപ്രായം. കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യും തമ്മിൽ ധാരണയോടെ പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവ് ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെയാണ്. ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നാണ് സദാശിവൻ നായർ പറയുന്നത്. അജിത് കുമാർ മാറോളി പറയുന്നു, BJP-യോട് എന്ത് ഡീൽ? മഞ്ചേശ്വരത്ത് BJP ജയിക്കാതിരിക്കാൻ UDF-ന് വോട്ട് ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നു. വേറീസ്
ഗൗതം കാസർഗോഡെന്ന് ശരിയാണ്, ഗൗതം കാസർഗോഡിനെ കുറച്ച് കാലമായി ഇപ്പോൾ കാണുന്നില്ല. പണ്ട് സ്ഥിരമായി വിളിച്ച് ശക്തമായ രീതിയിലേക്ക് ഇടതുപക്ഷ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളായിരുന്നു ഗൗതം കാസർഗോഡ്, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും BJP തമ്മിൽ കൂട്ടുകച്ചവടം നടക്കുന്നു, പക്ഷേ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുമെന്ന് ശാന്തകുമാരി പറയുന്നു. ഡോക്ടർ MB മണി പറയുന്നു, ജാഥയും യോഗങ്ങളും കോടികൾ മുടക്കി നടത്തുന്ന സമ്മേളനങ്ങളും തെരഞ്ഞെടുപ്പും ഫലപ്രദമാകുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ്. അതിനു പകരം ഡീൽ ചർച്ച ചെയ്യുന്നത് വൃത്തിയില്ലാത്ത രാഷ്ട്രീയമാണെന്ന് പറയുന്നു. ശരിയാണ്, MB മണിയുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു. സുനിൽകുമാർ പറയുന്നു, എന്നും ഈ അന്തരീക്ഷത്തിലെ ഡീൽ ചർച്ച ചെയ്യാതെ ശബരിമല കൊള്ളയിലെ അന്വേഷണം എവിടെ വരെയായി ഒന്ന് ചർച്ച ചെയ്യണം, അപ്പോൾ ഒരു ന്യൂസ് അല്ലാതെയായി മാറി. ശ്രീ സുനിൽകുമാർ, ശബരിമല കൊള്ളയൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്ത്, അങ്ങനെ ചർച്ച ചെയ്ത വിഷയങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് എടുക്കാനെങ്കിൽ അങ്ങനെ എത്ര വിഷയങ്ങൾ കാണും. താങ്കൾക്ക് ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ എന്തെങ്കിലും താല്പര്യം കാണും, ആ വിഷയത്തിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ തീർച്ചയായും നമ്മൾ ആ ചർച്ച ചെയ്യും. എനിക്ക് തോന്നുന്നു അടുത്തിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ശബരിമലയാണ് എന്ന് തോന്നുന്നു. പാലക്കാട് പക്കാ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി എന്നാണ് പ്രേമൻ പറയുന്നത്, അതുവരെ എവിടെയായിരുന്നു എന്നറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ കുറേ സ്വന്തം വോട്ടിന് വിലയില്ലാത്തവരും നിലപാടില്ലാത്തവരും മാത്രമേ ഡീലിൻ്റെ പുറകെ പോകൂ എന്ന് പറയുന്നു. രഘുനന്ദനൻ പറയുന്നു, രാഷ്ട്രീയ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ കോൺഗ്രസും BJP-യുമായിട്ടാണ് ഡീൽ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. CPM എല്ലായിടത്തും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നേ ഉള്ളൂ എന്നും രഘുനന്ദൻ പറയുന്നു. ദേവിദാസ് KP, എത്ര കാലം മുസ്ലിം ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തി വോട്ട് നേടാൻ പറ്റും? VD സതീശന് എങ്ങനെ പറയാൻ പറ്റും ഇന്ത്യ ഒരു ഇസ്ലാം രാജ്യമാകാൻ നോക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചെന്ന് മാന്യതയാണ് എന്നൊക്കെ ചോദിക്കുന്നു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിൽ അമേരിക്ക കാണിക്കുന്ന തോന്നിയാസിന് കൂട്ടുനിൽക്കുന്ന മോദിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പിണറായി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കുറേയേറെ അഭിപ്രായങ്ങൾ, അങ്ങനെ താഴോട്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടെന്ന് തോന്നുന്നു. അധികാരത്തിലെത്താതിരിക്കാൻ കോൺഗ്രസിന് പിന്തുണ നൽകിയവരാണ് ഇടതുപക്ഷ പാർട്ടികൾ. ഒരു മന്ത്രിസ്ഥാനം പോലും ഏറ്റെടുക്കാതെ അത്തരത്തിലുള്ള ഒരു കക്ഷിക്ക് BJP-യുമായി ഡീലുണ്ടാക്കുമെന്ന് വിശ്വസിക്കാനാവില്ല എന്ന് അജിത് കുമാർ മാറോളി പറയുന്നു. എന്തായാലും അങ്ങനെ കുറേയേറെ അഭിപ്രായങ്ങൾ. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ ഡീൽ ആരോപണം ചൂട് പിടിച്ചു നിൽക്കുകയാണ്. CPM-നും BJP-ക്കുമെതിരെ കോൺഗ്രസിനും BJP-ക്കുമെതിരെ CPM-ഉം കോൺഗ്രസിനും CPM-നുമെതിരെ BJP, അങ്ങനെ 3 പാർട്ടികളും അങ്ങനെ ഡീൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് തോന്നുന്നു? ഡീൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലാണ്? സാറേ, ഇന്നലെയും ഈ ചർച്ച ചെയ്തായിരുന്നു. നമസ്കാരം സാറേ. നല്ലതാ, ഈ ഒരു 10 ദിവസം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നല്ലതാണ് എനിക്ക് എന്റെ അഭിപ്രായം. ഈ ചർച്ച തന്നെ പോകണം, ഡീല് മാത്രം പോകണം. നമ്മൾ ഇന്നും രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നു. രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഈ ഡീൽ ആരോപണം നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൽ 3 കക്ഷികളും കക്ഷി ചേർന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ഇനി അത് നാളെ ഇതല്ല മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ നമുക്ക് അതങ്ങോട്ട് മാറാം. ഇല്ല സാറേ, ഞാൻ അതിനല്ല പറഞ്ഞ, നല്ല കാര്യമാണ്, ഇത് തന്നെ ചർച്ചയാകണോ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശരി, ഓക്കെ. കാരണം LDF എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ സെഞ്ചുറി അടിക്കും. ഡീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്നലെയും പറഞ്ഞ ഡീൽ, അങ്ങനെ ഒരു ഡീല് ജനങ്ങളും ഈ സ്ഥാനാർത്ഥിമാരും തമ്മിലാണ് ഡീല് വെക്കേണ്ടത്. അല്ലാതെ ഒരു ഡീൽ എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടില്. അതാണ് ഞാനത് പറഞ്ഞു വന്നത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ ഡീലിലേക്ക് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരെ എന്തെങ്കിലും പറയണ്ടേ? 10 വർഷം ഭരിച്ച സർക്കാർ അതിന്റെ അഴിമതിയെ കുറിച്ച് സർക്കാരിനെതിരെയൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങളുടെ വലിയ നിര തന്നെ UDF നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിനെതിരെ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇല്ല, പറയുന്നില്ല സാറേ, പറയുന്നുമില്ല. പറഞ്ഞ കാര്യം ഒരെണ്ണം പോലും തെളിയിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ഇരുന്ന് നമുക്കറിയാം 19 MP-മാരാണ് 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന കേരളത്തിന്റെ കാര്യങ്ങൾ അവര് ഡൽഹിയിൽ പോയി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന 19 MP-മാരാണ്. അവരവിടെ പോയി ചായ കുടിക്കുന്ന അല്ലാതെ വേറെ എന്ത് കാര്യമാണ് നടക്കുന്നത്? മൈക്കിൾ, അങ്ങനെ പറയരുത്. നമ്മുടെ MP-മാരിൽ ഒട്ടുമിക്ക പേരും നന്നായി പാർലമെന്ററി നടപടികളിൽ ഇടപെടുന്നവരും അവിടെ കേരളത്തിന് വേണ്ടി വിരോധം വാദിക്കുകയും ദേശീയ വിഷയങ്ങളടക്കം ചർച്ചയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കളാണ് ഭൂരിപക്ഷവും കേരളത്തിലുള്ള MP-മാർ. അല്ല, നമ്മൾ ഈ കാലത്തിൽ കണ്ടതാണല്ലോ. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് MP സ്ഥാനം അടുത്തിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ നിന്ന നീണ്ട നിരയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ നമുക്ക് പറഞ്ഞു കേട്ട അറിവില്ലല്ല, നമുക്കിപ്പോൾ അവരാരെ മത്സരിപ്പിക്കുന്നില്ലല്ലോ. നമുക്കത് എല്ലാ പാർട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ പറയില്ലേ? ഇത് നമ്മൾ കേൾക്കുന്നതാണല്ലോ. ഇതാണല്ലോ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നതാണല്ലോ നമ്മൾ അറിയുന്നത്, അല്ലാതെ അറിയത്തില്ലല്ലോ. ഇപ്പൊ നമുക്കറിയാമല്ലോ, മറ്റേ ഏജൻസികൾ നടത്തിയ സർവേയില് ഭൂരിഭാഗം LDF ആണ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത്. അത് ഡീലൊന്നും അല്ലല്ലോ, ഡീലിന്റെ ഭാഗമല്ലല്ലോ. ഏജൻസികളൊക്കെ ഡീലിന്റെ ഭാഗമാണോ ഇല്ലയോ എന്നൊന്നും ഈ പല ഏജൻസികളും പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടി BJP-ക്ക് വേണ്ടി CPM-ന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും അവരുടെ സർവേകളൊക്കെ പുറത്തുവിടുകയൊക്കെ ചെയ്യാറുണ്ട്. അതിപ്പം അതിൽ ഏതൊക്കെയാണ് മാന്യമായി സർവേ നടത്തുന്നത്, ഏതൊക്കെയാണ് അല്ല നടത്തുന്നതെന്നും തൽക്കാലം പറയാൻ നമുക്കറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ നടക്കാറുണ്ട് ഈ രാജ്യത്ത്.
അല്ല ഡീൽ പിന്നെ ഒരു ഡീൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ നേരത്തെ പറഞ്ഞുണ്ട് ഇവിടെ മന്ത്രിമാർ അവിടെ ഡീല് നടത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ ശശി തരൂർ എം പി ആണ്. ശശി തരൂരും BJPയുമായിട്ട് ഒരു ഡീല് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പുള്ളിയാണ് BJPയുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. ശ്രീരാജനാണ് പാലക്കാട് നിന്ന്. ശ്രീരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ ഇങ്ങനെ ഏതെങ്കിലും പാർട്ടികൾ തമ്മിൽ അത്തരം ഒരു രഹസ്യ ഡീൽ ഉണ്ടോ? അല്ല, ഈ പാലക്കാട് പുറത്തു വരയ്ക്കാൻ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു. ഈ NMR റസാഖ് പറഞ്ഞ ആള് പാർട്ടിയിൽ മെമ്പർഷിപ്പേ ഇല്ല. അത് NMR റസാഖ് പറഞ്ഞ എല്ലായിടത്തും മത്സരിക്കുന്നവരെല്ലാം പാർട്ടി മെമ്പർമാർ തന്നെയല്ലോ, പുറത്തുള്ള ആളുകളെ മത്സരിപ്പിക്കില്ലേ? അല്ല, ഇയാള് അത് അല്ലവേ അല്ല. ഇവരെന്താ പറഞ്ഞ ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ മത്സരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പിന്നെ ഇവര് ഡീൽ ഉണ്ടാക്കുമ്പോൾ ഇതാണ് ഡീല്. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള ഡീല് പാലക്കാട് ജില്ലയിൽ ഇതാണ്. NMR റസാഖ് അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാനും അവിടുത്തെ ജാതി സമവാക്യമൊക്കെ നോക്കുമ്പോൾ നന്നായി വോട്ട് പിടിക്കാനും സാധ്യതയുള്ള ഒരാളല്ലേ. പിന്നെ എങ്ങനെയാണ് അത് ഡീലാവുന്നത്? അങ്ങനല്ല. ശോഭ സുരേന്ദ്രൻ നിർത്തിയപ്പോഴേ ഇവിടുത്തെ നമ്മുടെ ഇതില്ലേ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി NMR റസാഖ് പറഞ്ഞാല് ഇടതുപക്ഷത്തിന് മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ്. മെമ്പർഷിപ്പ് നോക്കിയൊന്നും അല്ലല്ലോ ശ്രീരാജൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. ഒന്നുമില്ലാത്ത ആളുകൾ സ്ഥാനാർത്ഥിക്ക് എന്താ കാര്യം? ഇപ്പൊ പൊട്ടനെ പിടിച്ചിട്ട് ബിസ്ക്കറ്റ് കൊടുത്ത മാതിരിയല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീരാജൻ, അത് ശരിയല്ല. എല്ലാ പാർട്ടികളും ആ പാർട്ടിക്കാരൊന്നും അല്ലാത്ത ആളുകളെയും ആ പാർട്ടിക്ക് പുറത്തുള്ള ആളുകളെയും ഒക്കെ ജയസാധ്യത സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ നിർത്താറുണ്ട്. അതുകൊണ്ട് അവരെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഷാഫി പറമ്പിൽ നിന്നു കോൺഗ്രസിന്റെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ നിർത്താൻ പറ്റില്ല. പാർട്ടി മെമ്പർ എത്ര കാലം ശരി, രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാളെ മത്സരിപ്പിച്ച് അവസാനം മത്സരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയ കാര്യമുണ്ട് മുന്നിൽ. അത് സത്യമാണ്. പക്ഷെ എന്താ പ്രവീണാണ്. പ്രവീൺ വിളിക്കുന്നത് ചേർത്തലയിൽ നിന്നാണ്. ശ്രീ പ്രവീൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഏതെങ്കിലും ഒരു ഡീൽ രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ചേർത്തലയിൽ നിന്നുള്ള പ്രവീണിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ഷെറീഫാണ് എറണാകുളത്ത് തോന്നുന്നു. ഷെറീഫ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. ഇങ്ങനെ ഡീൽ എന്നുള്ളത് ഒരു ആരോപണമാണ്. ആരോപണം ആർക്കും ഉന്നയിക്കാം. അത് അതിന് പ്രത്യക്ഷമായ ഒരു തെളിവുകളില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്ന UDF തോൽവിയിൽ ആകും എന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് ഒരു ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പൊ ആരോപണം അതിൽ യാതൊരു തെളിവുകളുമില്ല. പക്ഷെ ചരിത്രം നമുക്ക് കുറെ തെളിവുകൾ തരുന്നുണ്ട്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. BJPയും UDFും കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തോടെ മത്സരിച്ചിട്ടുണ്ട്. വടകര രക്തസിംഗ് മത്സരിച്ചത്, ബേപ്പൂര് മാധവൻകുട്ടി മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ സഖ്യമായിട്ട് തന്നെ മത്സരിച്ച തെളിവുകൾ നമ്മളുടെ മുന്നിൽ. എന്തിനാ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ 9 കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച കോൺഗ്രസ് മെമ്പർമാരാണ് രാമരാമാനം അപ്പുറത്തേക്ക് മാറി BJP പിന്തുണയുടെ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത്. കേരളത്തിലെ 2-3 പഞ്ചായത്തിൽ BJPയുടെ പിന്തുണയോടുകൂടി UDF ഭരിക്കുന്നതായിട്ടുള്ളതാണ് എന്റെ ഒരു ഷെരീഫ്. BJP പിന്തുണയോടുകൂടി UDF കേരളത്തിൽ ഏത് പഞ്ചായത്തിലാണ് ഭരിക്കുന്നത്? മറ്റത്തൂരിലുള്ള കാര്യം അതാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കേരളത്തിൽ എന്തായാലും ഷെരീഫ് അങ്ങ് കൃത്യമായി പറയാതെ ഒരു ആരോപണം പറയുന്നത് ശരിയല്ല. കേരളത്തിൽ BJP പിന്തുണയോടുകൂടി UDF ഏതെങ്കിലും പഞ്ചായത്ത് ഭരിക്കുന്ന എന്റെ അറിവിലില്ല. ഇനി താങ്കളുടെ അറിവിലുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് പരിശോധിക്കാം. ശരി, അതെ, അങ്ങനെ എനിക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മറ്റത്തൂരത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. പാർട്ടി മാറിയതാണെങ്കിൽ എല്ലാവർക്കും പറയാനില്ലേ? ഇവിടെ സ്മിത സുന്ദരേശൻ ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഴയ വർക്കലയിലെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവായ സുന്ദരേശന്റെ മകളാണ്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി വർക്കല ജോയിക്കെതിരെ മത്സരിക്കുകയാണ്. അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരാള് പോകുന്നത് പോലെയാണ് സാറേ കൈപ്പത്തി ചിഹ്നത്തില്. അങ്ങനെയൊക്കെ ഇതും അരിവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തിൽ നിന്ന ആള് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വേണ്ടി മത്സരിക്കുന്നത്. ഐഷ പോറ്റി അരിവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ച് പലതവണ MLA ആളാണ്. അങ്ങനെ എല്ലാ പാർട്ടിയിലും അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നേ ഒരാള് പോകുന്നത് പോലെയാണോ? ഒരാളാണോ പോയത്? എത്ര പേർ പോയി? 9 അല്ല, ഒരു പഞ്ചായത്തിലോ 9 പേരെ പോയി. ഒരു പഞ്ചായത്തിലോ ഒരു സംസ്ഥാനത്തെ മുൻ മന്ത്രി പോയി മത്സരിക്കുന്ന അപ്പുറത്ത്
മുൻ MLA പോയി മത്സരിക്കുന്നു അപ്പുറത്ത്. വേറൊരു കാര്യം, അതൊക്കെ പാർട്ടി ഒരു തീരുമാനം എടുത്ത് 75 വയസ്സ് കഴിഞ്ഞാൽ മാറി നിൽക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏത് 75 വയസ്സ് കഴിഞ്ഞാലും മാറി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് മാത്രമാണ് പോകുന്നത് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാ പാർട്ടിയിലും പോകുന്നുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഇപ്പൊ വടകര, ബേപ്പൂർ മോഡല് വടകര, ഇതൊക്കെ പരസ്യമായ കാര്യമാണല്ലോ. അല്ല, അതൊക്കെ പഴയ കാര്യം. ഞാൻ ഈ പുതിയ കാലത്തെ കാര്യമായി ചോദിച്ചത്. എന്നും കോൺഗ്രസ് ഇങ്ങനെയാണ്. കോൺഗ്രസിന് മാറ്റമൊന്നും ഇല്ല. അധികാരം കിട്ടാൻ വേണ്ടി താങ്കളുടെ അഭിപ്രായം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ചരിത്രത്തിൽ അത്തരം ആരോപണങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ വർത്തമാനത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണത്തിന് ഏതെങ്കിലും തരത്തിൽ, പരസ്പരം ഉന്നയിക്കുന്ന ആരോപണത്തിന് ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടോ? ഏതാണ് വിഷയം? ഡീലാണോ വിഷയം? ഡീലാണ്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടി പോയി അല്ലല്ല, അതിപ്പോൾ അദ്ദേഹം പാർട്ടി അവിടെ മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാ പാർട്ടിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ മാറുന്നുണ്ട്. അത് ഈ ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയാമായിരുന്നു, കുറവായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് അത് പോട്ടെ, നമുക്ക് ഡീലിനെ കുറിച്ച് പറയും. ഡീലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരുടെയിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്ഥാനാർത്ഥി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ ഡീൽ? അതോ വേറെ വല്ലതും ആണോ? എന്താണ് ഈ ഡീൽ? അത് ആദ്യം ഡിഫൈൻ ചെയ്യണമല്ലോ. താങ്കൾക്കത് അറിഞ്ഞുകൂടാണ്ടല്ല ചോദിക്കുന്നത് അറിയാം. എങ്കിലും ഞാൻ പറയുന്നു, കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉണ്ട് എന്ന് പറഞ്ഞത് CPM ആണ്. കേരളത്തിൽ BJPയും CPMും തമ്മിൽ ഡീലുണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. അതല്ല, കോൺഗ്രസ്സുകാരും CPMും തമ്മിൽ ഡീലുണ്ടെന്ന് പറഞ്ഞത് BJPക്കാരാണ്. ഇവരെല്ലാവരും പറഞ്ഞത് പണം വാങ്ങിയിട്ട് മാറിക്കൊടുത്തു എന്നല്ലല്ലോ. ചില അഡ്ജസ്റ്റ്മെന്റുകൾ പരസ്പരം ജയിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡീൽ എന്ന് തന്നെ പച്ചയ്ക്ക് പറഞ്ഞത്. അത്തരം ഡീൽ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. നേരത്തെ തന്നെ ക്ലിയർ ആയതാണ്. എന്നാലും പറഞ്ഞോളൂ. അല്ല, അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ടെന്ന് ഇത് ഒരു വാക്കിന് പറഞ്ഞത്. അപ്പൊ ഇക്കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു BJPക്കാരനെ ജയിപ്പിക്കാൻ വേണ്ടി CPM എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെ ജയിപ്പിക്കാൻ വേണ്ടി CPM എന്തെങ്കിലും ചെയ്യുക എന്നൊരു വിഷയം വരുന്നില്ല. അതോ വന്നാലും CPM എപ്പോഴേലും ഒന്ന് തന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് BJPയെ തോപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി CPM ചെയ്യുന്ന പ്രശ്നമില്ല. അതൊരിക്കലും ചെയ്തിട്ടുമില്ല. പിന്നെ ഈ നാളുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മള് പൊതുസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ നോക്കാറുണ്ട്. ആദ്യം 57 പിന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും ജസ്റ്റിസ് കൃഷ്ണയ്യരും ഒക്കെ അങ്ങനെ ജയിച്ചവരല്ലേ. ഏറ്റവും ഡീലായിട്ടാണെങ്കിൽ തൃശ്ശൂരാണ് ശരിക്കും ഡീൽ നടന്നത്. തൃശ്ശൂർ ഡീൽ നടന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ TM റസാഖിനെയൊക്കെ മുണ്ടശ്ശേരിയുടെയും കൃഷ്ണയ്യരുടെയും നിലവാരത്തെ അവരുമായിട്ടൊന്ന് ഊഹിച്ച് കളയരുത്. റസാഖിലേക്ക് വരാം. ഒരു സെന്റൻസോടെ പറഞ്ഞിട്ട് റസാഖിലേക്ക് വരാം. അതായത് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാ? ഏത് ഡീലായിരുന്നു? ആരുടെ വോട്ടാ കുറഞ്ഞത്? ഇപ്പൊ റിസൾട്ട് വന്നു കഴിയുമ്പോ ആരുടെ വോട്ടാണോ, ഏത് പാർട്ടിയുടെ വോട്ടാണോ കുറയുക, അവരാണ് ഡീൽ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇതുവരെ കണ്ടെടുത്ത് വെച്ചെല്ലാം ഡീൽ നടന്നിട്ടുള്ളതെല്ലാം കോൺഗ്രസുമായിട്ടാ, കോൺഗ്രസും BJP ആയിട്ടാ. നേമത്ത് മത്സരിച്ച് കോൺഗ്രസിന്റെ BJPയുടെ രാജഗോപാൽ ജയിച്ചപ്പോ കുറഞ്ഞത് കോൺഗ്രസിന്റെ വോട്ടായിരുന്നു. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചപ്പോ കുറഞ്ഞത് കോൺഗ്രസിന്റെ വോട്ടായിരുന്നു. ഒരിക്കലും CPMന്റെ വോട്ട് ഇങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞ് കണ്ടിട്ടില്ല ഒരിടത്തും. അങ്ങനെ പിന്നെ അല്ലല്ല, തൃശ്ശൂർ വോട്ട് സുനിൽകുമാറിന് കൂടുതലാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ വോട്ടേ കിട്ടിയുള്ളൂ തൃശ്ശൂര്. അതിന്റെ കണക്കുണ്ടല്ലോ. പിന്നെ നേമത്തെ കണക്കെ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും ഡ്രാസ്റ്റിക് ആയിട്ട് വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന്റെ. കാരണം അവരുടെ വോട്ട് 40,000 ഒക്കെ ഉണ്ടായിരുന്നത് നേമത്ത് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞപ്പോഴാണ് അവിടെ രാജഗോപാൽ ജയിച്ചത്. കോൺഗ്രസ് K മുരളീധരൻ വോട്ട് പിടിച്ചപ്പോഴാണ് അവിടെ ശ്രീ ശിവൻകുട്ടി ജയിച്ചത്. അതെ, അപ്പൊ അതിനു മുമ്പ് ഡീൽ ഉണ്ടായിരുന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വേണം നമ്മൾ കണക്കാക്കാൻ. തൃശ്ശൂരത്തെ കാര്യം ഇങ്ങനെയാ, ഡീൽ തന്നെയായിരുന്നു. അവസാനം മുരളീധരൻ തന്നെ കരയേണ്ടി വന്നു തോപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പോട്ടെ. ഇനിയിപ്പോ റസാഖിന്റെ കാര്യത്തിലേക്ക് വരാം. റസാഖിന്റെ കാര്യത്തില് അവിടുത്തെ പാർട്ടിക്കാർക്ക് തോന്നി റസാഖ് നിൽക്കുകയാണെങ്കിൽ മറുവശത്തുള്ള കുറെ വോട്ടും കൂടെ പിടിക്കാവുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി ഇത് ഡീൽ ഓർ നോ ഡീൽ നമ്മൾ തീരുമാനിക്കുന്നത് എപ്പോഴാ? ഇതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോ CPMന് ഇതിനു മുമ്പ് കിട്ടിയ വോട്ടിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഡീലെന്ന് നമുക്ക് ഒരു ധാരണയിലെത്താം. കുറയാന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയണം, കുറെ അധികം കുറയണം. കുറെ 100-200 ആയിരം കുറഞ്ഞാൽ കണക്ക് ഡീലെന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ കുറയാണെങ്കിലേ ഡീലെന്ന് പറയാൻ പറ്റുള്ളൂ. അതേസമയത്ത് കോൺഗ്രസിന്റെ വോട്ടാണോ കുറയുന്നതെങ്കിൽ അതിനെ ഡീലെന്ന് പറയാം. അങ്ങനെയാ ഡീലെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അല്ലാതെ വെറുതെ ഡീൽ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ഡെഫിനേഷൻ കൊണ്ട് മാത്രം ശരിയാവണമെന്നില്ല. ഒരു സ്ഥലത്ത് എതിരാളിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളെ കട്ട് ചെയ്യുക, ആ കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മൂന്നാമതൊരാൾക്ക് ചിലപ്പോൾ സഹായമാകുന്ന അവസ്ഥയൊക്കെ വരും. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ചർച്ചകളൊക്കെ വരുന്നത്.
ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ചർച്ച ചെയ്യാം. അപ്പൊ ആ ഡീൽ അതാണ് പറഞ്ഞത്. മനസ്സിലാവും. ഒരു രണ്ടുപേർ തമ്മിൽ മുഖ്യമായ മത്സരം നിൽക്കുകയും മൂന്നാമത്തെ ആൾ അതിന്റെ പിന്നിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആൾ അതിൽ ഒരാളുടെ വോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അതും ചിലപ്പോൾ ഡീലാവാം. പക്ഷെ അത് കണക്കിൽ തെളിയണമെന്നില്ല. CPM-ന് ചരിത്രപരമായി നോക്കിയാൽ CPM അങ്ങനെ ഒരു ഡീലും ചെയ്തിട്ടില്ല. ചരിത്രപരമായി ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ഇപ്പോഴും CPM-ന്റെ സ്വഭാവം അനുസരിച്ച്, അവരുടെ ട്രാക്ക് റെക്കോർഡ്, അവരുടെ സ്വഭാവം അനുസരിച്ച് അവരങ്ങനെ ഒരു ഡീലിന് പോവില്ല, പ്രത്യേകിച്ച് BJP ജയിപ്പിക്കാൻ വേണ്ടി. ആളുകൾ കാത്തുനിൽക്കുന്നു. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, ഇങ്ങനെയൊക്കെ എതിരാളികൾ തമ്മിൽ ഈ അവിശുദ്ധമായ ബന്ധങ്ങൾ, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കാറുണ്ടോ? ഗുഡിയനെ, ഈ ഡീൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്നതല്ലേ. അതിപ്പോ അവരാരും വ്യക്തമായിട്ട് പറയില്ല. അത് ഏപ്രിൽ 8 വരെ അങ്ങനെ കൊണ്ടുപോകുക. അവര് 9-ാം തീയതി നമുക്കറിയാം ആര് തമ്മിലായിരുന്നു ഡീൽ ഉണ്ടായതെന്ന്. അതുകൊണ്ട് ഇപ്പൊ ഒരു പാർട്ടിയും അത് വ്യക്തമായിട്ട് പറയാൻ പോകുന്നില്ല. കാരണം പറഞ്ഞാൽ അത് അവർക്ക് ക്ഷീണമാണ്, നാണക്കേടാണ്. അതുകൊണ്ട് അവരത് പറയില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. അത് നമുക്ക് 9-ാം തീയതി ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ് ഡീൽ ഉണ്ടായതെന്ന്. ഓക്കെ, ശരി. ശ്രീ രാജീവാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഏതൊക്കെ പാർട്ടികൾ തമ്മിലാവും ഡീൽ ഉണ്ടാവാൻ സാധ്യത? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചത് 7 അസംബ്ലി മണ്ഡലത്തില് BJPക്ക് ലീഡ് ചെയ്ത്. അവിടെ ആര് BJPക്ക് വോട്ട് ചെയ്തിട്ട് അങ്ങനെ വന്ന്? 7 അസംബ്ലി മണ്ഡലത്തിൽ താങ്കൾ പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മനോരമ ചാനലിൽ ഗോപൻ എന്നും പറഞ്ഞ ഒരു CPM-ന്റെ ഒരു സഖാവ്, ഞാൻ കേട്ടതാ ചാനൽ ചർച്ച പറഞ്ഞത്. അതായത് ഈ ശ്രീധരൻ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ CPM-ന്റെ സഖാവാണ് പറഞ്ഞത് ഗോപൻ. ഇന്നലത്തെ ചർച്ച എടുത്ത് നോക്കും പറയാം. പിന്നെ ഇവിടെ മഞ്ചേശ്വരത്ത് വോട്ട് ഞങ്ങൾ മറച്ചിട്ടുണ്ട്. എവര് ഈ ഡീലെന്നൊക്കെ പറഞ്ഞേ, ഒരു പാർട്ടി കേരളത്തിൽ മാത്രമായി ഇത് പറഞ്ഞു. ഒരു പാർട്ടിയുടെ തകർപ്പത്തിരിക്കുന്ന ആങ്ങളെയും പെങ്ങളും കേരളത്തിൽ വരും മത്സരിക്കുക. എന്തിനാ ഇവരെയൊക്കെ പറയും? BJPക്ക് ആരേ സർട്ടിഫിക്കറ്റും ഇല്ല. ഈ 5 വർഷം കൂടെ മോഡി ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത അസംബ്ലിയിൽ കേരളത്തിൽ BJP ഭരിച്ചിരിക്കും. എവന്റെ ഒന്നും സപ്പോർട്ട് വേണ്ട. ഈ CPM-മാരുടെ ഈ കോൺഗ്രസിന്റെ ഇവനൊക്കെ 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ പാർട്ടിയുടെ അധ്യക്ഷൻ പിന്നെ പോയ വഴിയിൽ പുല്ലുപോലും കിളിർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇല്ല, ഈ വടക്കേന്ത്യയിലേക്ക് ഇങ്ങനെ കിടന്നിട്ട് പാർട്ടി ചെയ്ത്, ഈ വടക്കേന്ത്യ ഇങ്ങനെ കിടന്ന പാർട്ടി ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്ന് കഴിഞ്ഞ തവണ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഒരു സാറിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം. ഈ പാർട്ടികളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് നോക്കട്ടെ. ലീഗ്, CPM, CPI, കോൺഗ്രസ്, ആര് അങ്ങനെയാണെങ്കിൽ BJP നിൽക്കുന്നതും BDJS-ന്റെ സഹായത്തോടു കൂടിയല്ലേ? എവിടെ? കേരളത്തിൽ BJP നിൽക്കുന്ന BDJS-ന്റെ സഹായത്തിലല്ലേ? ബീഹാറിൽ അങ്ങനെ ബീഹാറിലെ കാര്യമല്ല, ഞാൻ കേരളത്തിലെ കാര്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പൊളിറ്റിക്സിലെ ബീഹാറിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ബീഹാറിൽ നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ തോളിൽ കയറിയല്ലേ നിൽക്കുന്നത്. നിതീഷ് കുമാർ അല്ലായിരുന്നു ആ സ്ഥലത്ത് ഒന്നാമത്തെ പാർട്ടി. നിതീഷ് കുമാറിന്റെ കൂടെ ഒപ്പം നിന്ന് കയറിയതല്ലേ? പല സ്ഥലത്തും അങ്ങനെ ഒപ്പം നിന്ന് കയറി അവസാനം അവരെ വിഴുങ്ങി മോളിൽ കയറിയതല്ലേ? അല്ലാതെ അവിടെ ഒന്നും ഒറ്റയ്ക്ക് വളർന്ന് കയറിയതൊന്നും അല്ലല്ലോ. അല്ലല്ല, BJP ബീഹാറിൽ ആരാണ് ഒന്നാമത്തെ പാർട്ടി? BJP ഇപ്പോഴല്ലേ? BJPക്ക് എത്ര വർഷത്തെ ചരിത്രമുണ്ട് JDS-ന്റെ മോളിൽ കയറിയിട്ട്? അല്ലല്ല, അത് പുറത്തെ ആർക്കാം. ആദ്യം കൊടുത്ത 2 ടേണും ആർക്കാം? ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബീഹാറിലെ BJPയുടെ വളർച്ച നിതീഷ് കുമാറിന്റെ തോളേറിയായിരുന്നു എന്ന്. അല്ലല്ല, മഹാരാഷ്ട്ര എങ്ങനെ കൊടുത്തത്? ശരി, ഓക്കെ. ഇനിയിപ്പോ താങ്കൾ മഹാരാഷ്ട്രയിൽ പോയാൽ അതിനേക്കാളും ഭീകരമാണ് പറയാൻ. കൂടെ വന്ന ശിവസേനയുടെ തോളേറിയാണ് മഹാരാഷ്ട്രയിൽ. ശിവസേനയ്ക്ക് പിന്നിൽ 2ാമത്തെ പാർട്ടിയായിരുന്നു BJP, പിന്നീടാണ് വളർന്നത്. ഇത് BJP വരാതിരിക്കാൻ വേണ്ടി എല്ലാം അങ്ങ് പറഞ്ഞു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചില ഡീലുകൾ ഉണ്ട് എന്നും അങ്ങനെ ഒരു ഡീലേ ഇല്ല എന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഓരോരുത്തർക്കും പറയാൻ അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. CPM-ന് BJP-യുമായി ഡീൽ ഉണ്ട് എന്നും അങ്ങനെ ഒരു ഡീൽ ചരിത്രപരമായി തന്നെ സാധ്യമല്ല എന്ന് പറഞ്ഞവർ, തിരിച്ച് കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞവർ, BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും പരസ്പരം കൈകോർക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. അത്തരം അഭിപ്രായങ്ങളാണ് തീർച്ചയായും ഇതിൽ വന്നതും. നാളെയും ഇതേ സമയത്ത് ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി.